അത് ഒരു ചാനലുകാരൻ വിളിക്കുന്ന പോലെ മൊണ്ണവിശ്വാസികൾ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് 30,000 രൂപ വരുമാനമുള്ള ഒരാൾ 6,000 രൂപയാണ് പള്ളി കൊടുക്കേണ്ടത്. അത് ആർക്ക് കൊടുക്കണം? ഡാമിയൻ്റെ പോക്കറ്റിലേക്ക് ഇടണം. ദൈവത്തിന് അക്കൗണ്ട് ഇല്ലല്ലോ, ദൈവത്തിന് അയച്ചു കൊടുക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കാണ് എന്ന് പറഞ്ഞു ഡാമിയൻ്റെ സ്വോത്രകാഴ്ച പാത്രത്തിൽ കൊണ്ടുപോയിടണം. ഉദാഹരണം പറഞ്ഞാൽ, പാറമടയിൽ പണിയെടുക്കുന്നവർ, മണ്ണ് ചുമക്കുന്നവർ, മണൽ ചുമക്കുന്നവർ, കൽപ്പണിക്കാർ, ഇതുപോലെ അടിച്ചു വാരുന്ന ജോലി ചെയ്യുന്നവർ ശരീരമനങ്ങി രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് ഓവർ ടൈം ഡ്യൂട്ടി വരെ ചെയ്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം ചുമ്മാ ഇരുന്ന് വെട്ടി വിഴുങ്ങാൻ വേണ്ടി ഫാദർ ഡാമിയനും കുടുംബത്തിനും കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ എന്തു ഭാഷയാണ് പറയുന്നത്? മറ്റുള്ളവനെ കൊണ്ട് പണിയെടുപ്പിച്ച് ഒരു പണിയും ചെയ്യാതെ മൂക്കുമുട്ട തിന്നാനുള്ള ഒരു പദ്ധതിയാണ് ഡാമിയൻ തയ്യാറാക്കി വെച്ചിരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലെയുള്ള ഈ ആത്മീയ കച്ചവടക്കാരോടൊന്നും തനിക്കൊക്കെ ഒരു ഉളുപ്പും നാണവുമില്ലേ? ഒരു അന്തസ് വേണ്ടേ? എടോ, പണിയെടുത്ത് ജീവിക്കാൻ ആദ്യം പഠിക്കണം മനുഷ്യൻ. വല്ലവൻ്റെയും ഈ കയ്യിലെ പണം കണ്ടുകൊണ്ട് ജീവിക്കരുത്.